തീർച്ചയായിട്ടും അത്യന്തം നാടകീയമായിട്ടുള്ള സംഭവമാണ് നടന്നിരിക്കുന്നത്. എന്നാണ് ഈ സംഭവം നടന്നത്, അല്ലെങ്കിൽ ആരാണ് ഈ മലയാളി യുവാക്കൾ എന്നതിലൊരു ഇതുവരെ വന്നിട്ടില്ല. എന്തായാലും ഇന്നാണ് ഈ വാർത്ത ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കമ്മീഷൻ തന്നെ അത് വ്യക്തമാക്കിയിരിക്കുകയാണ്. കവർച്ച നടത്തിയത് പോലീസ് ജീപ്പിലെത്തിയ രണ്ടംഗ സംഘമാണ്. പോലീസ് തിരിച്ചറിയൽ കാർഡും ഇവരുടെ പക്കൽ ഉണ്ടായിരുന്നാണ് മലയാളി യുവാക്കൾ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. ഇവരുടെ പക്കലുണ്ടായിരുന്ന 20 ലക്ഷം രൂപ തട്ടിയെടുത്തു എന്നാണ് ഇവർ മൊഴി നൽകിയിരിക്കുന്നത്. യുവാക്കൾ ഫോണിൽ ദൃശ്യങ്ങൾ പകർത്തിയിരുന്നു. അതായത് രാത്രി ഇവർ മടിവാളയിൽ നിൽക്കുമ്പോഴായിരുന്നു പോലീസ് ജീപ്പിൽ രണ്ടുപേർ വരുന്നു. പോലീസ് വേഷമായിരുന്നു. പോലീസിന്റെ ID കാർഡ് ഇവർക്കുണ്ടായിരുന്നു. അങ്ങനെ ഇവർ പണം വാങ്ങുന്നു. ഈ പണം വാങ്ങുന്നത് മറ്റൊരു യുവാവ് അയാളുടെ മൊബൈൽ ഫോണിൽ പകർത്തി ഈ ദൃശ്യങ്ങൾ വെച്ചാണ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. എന്തായാലും പരാതിയുടെ പശ്ചാത്തലത്തിൽ ഒരാളെ ഇപ്പോൾ പിടികൂടി എന്നാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇൻസ്പെക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് ഇയാൾ പണം തട്ടി എന്നുള്ളൊരു മൊഴിയും ഇയാൾ ഇപ്പോൾ നൽകി എന്നുള്ള വാർത്തയും കൂടി ഇപ്പോൾ വന്നിട്ടുണ്ട്. എന്തായാലും ആരോപണം ഇപ്പോൾ വന്നിരിക്കുന്നത് കർണാടക CID വിഭാഗത്തിലെ ഇൻസ്പെക്ടർക്കെതിരെയാണ്. കൃത്യമായിട്ടുള്ള നടപടി ഉണ്ടാകുമെന്ന് കമ്മീഷൻ അല്പസമയം മുൻപ് വാർത്താ സമ്മേളനത്തോട് വ്യക്തമാക്കിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇത്തരത്തിൽ 20 ലക്ഷം രൂപ നൽകാൻ വേണ്ടി, അല്ലെങ്കിൽ 20 ലക്ഷം രൂപ തട്ടിയെടുക്കാൻ വേണ്ടി ഗുണ്ടകളുടെ സഹായത്തോടു കൂടി പോലീസ് തന്നെ രംഗത്തിറങ്ങിയ അവസ്ഥയെ വലിയ അത്യന്തം നാണക്കേടായ ഒരു സംഭവമായി മാറിയിരിക്കുകയാണ്. ശക്തമായ നടപടി ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ പോലീസും മേധാവികളും വ്യക്തമാക്കുന്നത്. ഇപ്പോൾ ഒളിവിലായ മറ്റൊരു പ്രതിക്കായുള്ള തിരച്ചിൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ്.